എവിടെയൊക്കെ പോയി വായി കൊടുത്ത് നോക്കി ഉദ്ദേശം പിന്നീട് കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ തന്നെ നോക്കണം. വലിയെടുക്കാൻ പോയാവും. നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ചെയ്യണേ. ആഴ്ചയിൽ 3 ഹൈപ്പ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച ചക്കയാണ് കേട്ടോ. പുഴുക്ക് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞ ചേട്ടായി. ശരിക്കും മൂത്തിട്ടില്ലായിരുന്നു എങ്കിലും. അമ്മ ഇരുന്ന് കഴിച്ചോ, ഇവിടെ ഇരുന്ന് കഴിച്ചോ. ചൂടായ അതോട്ട് മാറണില്ല. ഒരു സൈഡിലോട്ട് മനുഷ്യരങ്ങോട്ട് കടന്നു നോക്ക് നടക്കുവാണ്. ചങ്കരി ചക്കപ്പുഴുക്ക് തിന്നുന്നില്ലേ? ഇത് ഇവിടെ ട്രഡീഷണൽ ഫുഡല്ലേ ചക്കയൊക്കെ. അമ്മയ്ക്ക് ഓട്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അമ്മ കസേര മാറിയാന്നിരിക്കുന്നത്. അതറിയാതെ അതിലോട്ട് പോയി ഇരുന്നാന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ. ഈ സീസണിലെ ആദ്യത്തെ ചക്ക. അതെ അതെ, ടേസ്റ്റ് അറിയണ്ടേ. ഓരോരുത്തരൊക്കെ ഇത് കണ്ടിട്ട് എവിടെ നിന്ന് കൊതി വിട്ടോണ്ടിരിക്കുക. ഇത് നിന്നിട്ടുണ്ടോ ഇവിടെ ഒന്നും? നിന്നിട്ടില്ലല്ലോ. പണ്ടങ്ങാനും നിന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പം ചേട്ടായും ചേച്ചിയും ശങ്കരിയൊക്കെ കന്യാകുമാരിയൊക്കെ കറങ്ങി വന്ന് എല്ലാവർക്കും സിക്കൊക്കെ അടിച്ചെന്നാണ് പറഞ്ഞത്. ശങ്കരിക്കാണ് ഏറ്റവും കൂടുതൽ സിക്കടിച്ച്. തൊണ്ട പോയി എല്ലാവരും. ജലദോഷം പിടിച്ചു. കാലാവസ്ഥ തണുപ്പൊക്കെ അല്ലേ. ചൂടോ? ചൂടൊന്നുമില്ല, പാവത്തനോ. പഴുത്താലും നല്ല മധുര. ഇച്ചിരി ഇതായിരുന്നു. ആ ശരി. ഒരു ചക്ക നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പഴുത്താലും നല്ല മധുര. പക്ഷെ ഇത്ര കുരുമുന ചക്കയായിപ്പോയി. ആ വരിക. ആ പെങ്കൊച്ച് ഏതാ? ആ പെങ്കൊച്ച് ഏതാന്ന്? ആ ആ വീട്ടിലാണോ? ഏതാ? ഓരോ സ്ഥലത്തുള്ള ഉള്ളതല്ലേ. ആ ആരുടെ മകളാ അത്? ആരുടെ മകളാ? ആരുടെ മകളാണ് പറയാം. പിന്നെ പറയാമോ? എല്ലാവരും മനസ്സിലാക്കാതെ പറയാൻ പറ്റിയ ശരിയല്ലേ? ഇന്നലെ അവളോട്ട് കുറേ വർത്താനം പറഞ്ഞായിരുന്നല്ലോ. ഇന്നലെ അവളുമായിട്ട് വൈകിട്ട് ഭയങ്കര വർത്താനമായിരുന്നല്ലോ. എന്താണ് എനിക്കൊന്നും തിരിയുന്നില്ലേ? ഇന്നലെ വൈകിട്ടേ അവളുമായിട്ട് ഭയങ്കര വർത്താനമായിരുന്നെന്നാണ് പറഞ്ഞത്. അവളുമായിട്ടേ ഇന്നലെ വൈകിട്ടിരുന്ന് ഭയങ്കര വർത്താനമായിരുന്നു എലിക്കുട്ടിയമ്മ. ആ എന്നിട്ട് മറന്നാന്ന് ചോദിച്ചേ. അതുപോലെയുള്ള വർത്താനങ്ങളും പറയാം. വിവരങ്ങൾ അറിയണ്ടേ? വിവരങ്ങൾ അറിയാനുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞല്ലേ. എന്നാൽ കഴിയിക്കോ പോയി. അമ്മ എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇത് പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റിയല്ലേ അല്ലേ? പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് അറിയാൻ പറ്റിയല്ലേ പെട്ടെന്ന്? പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. അതാരാ അകത്ത്? അവിടെ അകത്ത് ഒരാളുണ്ടല്ലോ. അതാരാ? മകൻ. ഏത് മകനാ? മൂത്ത മകനാണോ? മൂത്ത മകനാണോ അത്? എനിക്കറിയാൻ മേല എത്രാമത്താന്ന് നമുക്ക് കണ്ടാൽ അറിയത്തില്ലേ? എന്നാലും കണ്ടാൽ അറിയത്തില്ലേ? ആളെ കണ്ടാലേ പ്രായത്തിൻ്റെ ഒക്കെ അറിയണമെങ്കിൽ വളർച്ച ഗ്രൂപ്പും ശരീരത്തിൻ്റെ പ്രവർത്തനമൊക്കെയാണ്. അത് കണ്ടോണ്ട് വേണം പറയാൻ. അത് കാണുമ്പോൾ അറിയത്തില്ലേ? അത്ര മുഴുത്ത ആളല്ലേ. പിന്നെ അവർക്ക് എത്ര വയസ്സുണ്ടെന്നും എത്ര നാളായെന്നൊക്കെ മനസ്സിലാകും. ചുമ്മാ പറഞ്ഞാൽ പറയാം.
ആ ചുമ്മാ പറഞ്ഞാൽ പറ്റിയില്ല. കാണുമ്പോൾ അറിയാലോ. കാണുമ്പോൾ പ്രായം അറിയാലോ. കാണുമ്പോഴേ ഏകദേശം നമുക്ക് പ്രായം അറിയത്തില്ലേ? ഒരാളെ കാണുമ്പോഴേ നമുക്ക് ഏകദേശം പ്രായം അറിയത്തില്ലേ? ആ അമ്മ നോക്കിയൊന്ന് പറഞ്ഞേ, ഏത് മകനാന്നൊന്ന് പറഞ്ഞേ. അതിനാ അവർ പറഞ്ഞോളുവോ? ആ അമ്മയുടെ മൂത്ത മകനല്ലേ അത്? ടോമിയല്ലേ? നോക്കിക്കേ, ടോമിയല്ലേ എന്ന് നോക്കിക്കേ. ഒന്നുമില്ലെന്നേ, അമ്മ അറിയാൻ മേലെന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാ. മൂത്ത മക്കൾക്ക് വരുമ്പം അവർക്ക് ബുദ്ധിമുട്ട് പോകുമല്ലോ. ഇതെല്ലാം പറ്റും പറഞ്ഞാട്ടിരിക്കാനും ചിന്തിക്കാനും ഒന്നും സമയം കിട്ടിയല്ല. ജോലി കൂടും, കൊച്ചുങ്ങളുമായി വളരെത്തിക്കൂടെ. അതെ അതെ. കാഴ്ചക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ എല്ലാം തമാശ. തമാശ. ചേട്ടായി അവിടെ എന്നാണ് കാണിക്കണം എന്നാണ് അമ്മ ഇവിടെ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വസ്ത്രം എല്ലാം കൂടി അവർ ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ കഴുകാനുണ്ട്, അതെല്ലാം എടുത്ത് കൂട്ടുന്ന. അത് ജോമോളെ മിറ്റടിക്കുന്നതല്ലേ? നമ്മളവിടെ മിറ്റടിക്കുന്ന. പുതിയത് മേടിച്ചോണ്ട് വന്നതാ. ടോമി മോൻ. ടോമോനല്ല, ടോമോൻ. ആ ചരട് മറ്റേ നൈറ്റിയുടെ കളയരുത്, കഴുത്ത കിടന്നോട്ടെ. അത് നൈറ്റിയുടെ വള്ളിയില്ലേ? അത് കൊന്തയല്ല, ഇത് കൊന്തയല്ല. ഈ നൂല് കൊണ്ടാണോ പ്രാർത്ഥിക്കുന്നേ? ഈ ചരടും കൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്? നൈറ്റിയുടെ വള്ളിയാ, നൈറ്റിയുടെ ആരാ കെട്ടുന്ന വള്ളിയല്ലേ? ചരട് പിടിച്ചാലും കുഴപ്പമൊന്നും ഇല്ലെന്ന്. പ്രാർത്ഥന ചുവയായിരുന്നു. അമ്മയോട് പറഞ്ഞാലും ജയിക്കല്ല. നൈറ്റിയുടെ വള്ളിയാ, മറ്റേ നൈറ്റിയുടെ വള്ളി കയ്യേല് കൊന്ത വെച്ചിരിക്കുക. അതാ നീ അതെടുത്താ നെറ്റിയിൽ ഇട്ടേക്കാൻ പറഞ്ഞോ? എന്തോ ഒരു കൊന്തയാന്നുള്ള ഒരു തോന്നലാണ്. ഒന്നുമില്ല, ഒന്നുമില്ല. ചിലപ്പോ എന്നോട് വഴക്കുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ആ വള്ളിയാ നൈറ്റിയുടെയാ. ആ വള്ളിയാ നൈറ്റിയുടെയാന്ന്. നൈറ്റി നമ്മുടെ കയ്യിലിരിക്കുന്ന വള്ളിയില്ലേ? അത് നൈറ്റിയുടെ. നൈറ്റി കെട്ടാൻ നോക്കട്ടെ, അല്ലെ പിന്നെ വട്ടം നൈറ്റിയുടെ വട്ടത്തിൽ കെട്ടാനുള്ളതല്ലേ? നൈറ്റിയുടെ വട്ടത്തിൽ കെട്ടാനുള്ളതാണ്, ഉടുപ്പിന്റെ. അതൊക്കെ ആവശ്യമുണ്ടോ എടുക്കണം. അറിയത്തില്ല, അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ടുള്ളതല്ലേ? പുറത്തുനിന്ന് വന്നാ അമ്മ വളർത്തിയതാ. 5-6 വയസ്സ് വരെ അമ്മ വളർത്തിയതാ. 5-6 10 വയസ്സ് വരെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നായി. 5ാം ക്ലാസ്സില്ലേ വിട്ടുവിടുന്ന പോണേ? 1ാം ക്ലാസ്സിലാണ്. ഒന്നിൽ പഠിക്കുമ്പോഴാണോ അല്ലേ? പ്രാർത്ഥിക്കുവാണോ? ഓരോരോ സൗകര്യം പോലെ ആരോട് അനുവാദം മേടിക്കണം. അത് അവനോട് ഇഷ്ടം. വലിയ വന്നിരിക്കുന്നു. അമ്മ കണ്ടുപിടിച്ചതാണെ കണ്ടുപിടിച്ചത്. നമുക്ക് കണ്ണ് കാണാൻ മേലാത്തത്. നമ്മുടെ കണ്ണ് കാണത്തില്ല. അതെ, അമ്മയെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ സാബുമോൻ്റെ വീട്ടിൽ ഡിന്നർ അല്ലേ? ഡിന്നർ സാബുമോൻ്റെ വീട്ടിലാണ്. അപ്പം ലിസി ചേച്ചി ചേട്ടായിയൊക്കെ കുളിച്ച് റെഡിയായി വരുന്നു. ഞങ്ങളിന്ന് കോട്ടയത്തൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോയി ഒത്തിരി താമസിച്ച് പോയി. അവർ 8 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9 മണിയായി.
എലിക്കുട്ടിയും വേണം, വിശക്കുന്നുമുണ്ട്. അതെന്നെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ജോമൻ ആരോ ഒന്ന് ഒളിഞ്ഞു നോക്കിയെന്നോട് ചോദിച്ചു നേരത്തെ ഒന്ന് വന്നപ്പോ ജോമൻ. ഞാൻ എന്നാ അവന് കഞ്ഞി കൊടുക്കാനായിരിക്കും, അവന് വിശക്കുന്നുണ്ടായിരിക്കും, നീ കൊടുത്തേച്ച് ഒന്ന് കടന്നോളാൻ എന്നോട് പറയുക. അപ്പൊ അറിയാമല്ലോ, അതൊക്കെ ഉള്ളിന്ന് ഇങ്ങനെ അറിയുന്നതാണ്. അമ്മയ്ക്ക് പൊതുവേ മറ്റുള്ളവർ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ എന്നെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു നേരത്തെ, അല്ലേ? നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോഴത്തേനും. അപ്പോൾ നമ്മളിന്ന് സാബുമോൻ്റെ വീട്ടിൽ പോവാണ്. സാബുമോൻ്റെ വീട്ടിൽ പോവുക. സാബുവിൻ്റെ വീട്ടിലേ ആ നമുക്ക് അവിടെ അത്താഴം അവിടെ റെഡിയാക്കിയേക്കണേ. അത്താഴം? ആ ഓഹോ, അതിനായിട്ട് ഇവിടെ അവിടെ വരെ പോകണം. പിന്നെ അതിനാ സാവുവിൻ്റെ വീട് എവിടെയാ? അവൻ്റെ വീട് പുറകിലല്ലേ? എവിടെയാണ്? ആ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ആ ഇവിടെയാ തൊട്ടിപ്പുറത്തല്ലേ? താമസിച്ച് പോയി, നമ്മുടെ സമയം ഇച്ചിരി താമസിച്ച് പോയി. അമ്മ 8:30 കഴിക്കുന്നതല്ലേ? പ്രാർത്ഥന കഴിഞ്ഞ് അമ്മ കഴിക്കുന്നതല്ലേ? ബിരിയാണി തണുത്തു. നമ്മുടെ വടക്കേ മുറ്റം, പടിഞ്ഞാറ് മുറ്റം, പടിഞ്ഞാറ് നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്താണ്. പടിഞ്ഞാറ് വശത്തല്ലേ? നമ്മുടെ ബന്ധുക്കാരൊക്കെ അല്ലേ? അമ്മയുടെ മകനാ, അമ്മയുടെ മകനാണ്. എവിടെ? സാബുമോൻ. സാബുമോൻ അമ്മയുടെ മകനല്ലേ? പിന്നെ അവരൊക്കെ അവനെവിടെയാ? ഇവിടെ അടുത്ത്. ഇവിടെയുണ്ടോ? ആ, അവന് ഇപ്പൊ പഠിത്തമെല്ലാം കഴിഞ്ഞാ? ജോലിയാ, ജോലിയാന്നേ. പെൻഷൻ പറ്റാറായി. അത്രയായോ? ഇനിയിപ്പോൾ എപ്പോഴാ പഠിക്കാൻ പോണേ? മക്കള് പഠിക്കുക. അതെ, അടുത്ത കൊല്ലം അവൻ്റെ പെൻഷൻ പറ്റും. ആ, സാബുവിന് എത്ര വയസ്സുണ്ട്? സാബുവിന് എത്ര വയസ്സുണ്ടെന്ന്? ആരാ? സാബുവിനെ എത്ര വയസ്സുണ്ടെന്ന്? അവനതിന് മാത്രം വയസ്സൊന്നും. ആ, എത്രയുണ്ടെന്നാലും? 10 ജയിച്ചിട്ട് 1 വർഷം കഴിഞ്ഞോ. എല്ലാ പ്രായമുണ്ട്. ഓരോന്നൊക്കെ 16 വയസ്സേ ഉള്ളൂ. അവരൊക്കെ ചെറുപ്പത്തിൽ 5 വയസ്സാകുമ്പോൾ പഠിത്താൻ. അതൊക്കെ ശരിയാ, ശരിയാ. 5 വയസ്സാകുമ്പോൾ വരെ പഠിക്കാൻ തുടങ്ങി. 10ാം ക്ലാസ് വരെ ആയുള്ളൂ. 10ാം ക്ലാസ് വരെ ആയുള്ളൂ അല്ലേ? ഒരു വർഷം ഓരോ അറ്റം മുതൽ ഓരോന്ന് അവരവരുടെ ആവശ്യത്തിനുള്ളോ പഠിക്കുക. ആ, സാബു ഇപ്പോൾ ജോലിക്കാരനാ, ജോലി കിട്ടി പെൻഷൻ പറ്റാറായി. അപ്പോഴാണ് ഇപ്പോൾ 10ലോട്ട് പോണേ. എവിടെയെങ്കിലും ഒന്ന് കാഴ്ചയും പോയി ഒരറ്റം തൊട്ടിച്ചും പറ്റാത്ത അതുകൊണ്ട് കാര്യമുണ്ടോ? ഭാവി നഷ്ടപ്പെട്ടു. ആ, അവൻ പെൻഷൻ പറ്റാറായി ജോലിന്ന്. ജോലിന്ന് പെൻഷൻ പറ്റാറായെന്ന്. ജോലിന്നേ പെൻഷൻ പറ്റാറായി. പെൻഷൻ പറ്റാറോ? ആ, അത്രമേലായോ ജോലി കിട്ടിയിട്ട്? പിന്നെ എത്ര വർഷമായി? ജോലി കിട്ടിയിട്ട് ഒത്തിരി വർഷമായില്ലേ? എനിക്കറിയില്ല. ആ, അമ്മ ഓർക്കുന്നില്ല, അതാണ്. ഇനിയിപ്പോൾ പെൻഷൻ പറ്റാറായി, അവിടുന്ന് പെൻഷൻ പറ്റും. ഗവൺമെന്റ് ജോലിയാ? ആ, ഗവൺമെൻറ് ജോലിയല്ലേ? അമ്മയ്ക്ക് അറിയാവുന്നല്ലേ, ഗവൺമെൻറ് ജോലിയല്ലേ? ഗവൺമെന്റ് ജോലിയാണോ അറിയില്ല. എല്ലാവർക്കും പറ്റി കിട്ടിയല്ല. ഞാൻ ഗവൺമെന്റ് ജോലി ഞങ്ങളുടെ ചെറുപ്പത്തിൽ. എന്നാലും അമ്മയുടെ മക്കൾക്ക് കിട്ടി. എലിക്കുട്ടി അമ്മയുടെ മക്കൾക്കൊക്കെ കിട്ടി. ഒരു പ്രായം കഴിയുന്നവരേക്കും ബുദ്ധിമുട്ടാകും. പിന്നെ ഇവർ തന്നെ ഓരോന്നും ചെയ്യാനുള്ള കഴിവ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ്. ഇങ്ങോട്ട് പുറകോട്ട് തിരിയണ്ട, ഞാൻ മുമ്പോട്ട് വരാം. എവിടെ പോവാം? നമുക്ക് പോകാം സാബുമോന്റെ വീട്ടിൽ. സമയം കളയണ്ട. ആ, ഫ്രണ്ടിൽ പൂട്ടിയ ടോർച്ച് ഇതൊക്കെ എടുത്തു. അത് കിട്ടൂന് കൊണ്ടുപോകാനായിട്ട് മേടിച്ചതാ. കിട്ടൂന് അങ്ങോട്ട് പോകുമ്പോഴേ കിട്ടു ക്രിസ്മസിന് മുമ്പ് പോകും. പള്ളിക്കൂടത്തിലോട്ടല്ല, അവൻ്റെ ഓസ്ട്രേലിയയിലോട്ട്. ഓസ്ട്രേലിയയിലാണ് അവർ താമസിക്കുന്നേ. ആ, ആ, അവന് ജോലിയൊക്കെ ഉണ്ട്, പിന്നെ പഠിത്തമുണ്ട്. അപ്പം അതെല്ലാം കൂടെ അവന് നേരത്തെ പോകണം. ആ, അപ്പം അതിനു വേണ്ടി അവന് പോകാനായിട്ട് സാധനമെല്ലാം മേടിച്ച് വെച്ചതാ. അവൻ ക്രിസ്മസിന് മുമ്പ് പോകും. വരുന്ന വെള്ളിയാഴ്ച ശനിയാഴ്ചത്തിന് പോകും. അവന് പിള്ളേരൊന്നും ആയില്ല, അവൻ ചെറുതല്ലേ. അവനെ കെട്ടിക്കണം ഇനി. പിന്നെ വളർച്ചയായില്ലേ? വേണ്ട, നിങ്ങൾ ഇതുണ്ടല്ലേ,
ഇതുണ്ടല്ലേ അവന് വളർച്ചയൊക്കെ ആയി. നിനക്ക് നീ കല്യാണം കഴിക്കണ കാര്യം കെട്ടിക്കണ കാര്യം പറഞ്ഞ കേട്ടോടാ. ആ വളർച്ച ആയില്ലേന്ന്. നമുക്ക് പോകാം. വിവാനെ വേടാ ആ പോയേക്കാം. ആ വെള്ളൈറ്റ് വേണം എടുത്തോടാ. അല്ല ആ അത് വരാൻ പറ്റും. നമ്മൾ ഉടനെ പോരുമല്ലേ. ആയിരിക്കും. നീ വന്ന് പൂട്ടിക്ക് വന്നാ. ആ മൂലയിൽ ലൈറ്റ് കണ്ടാ പോലെ ആ മൂലയിൽ ലൈറ്റ് തെളിയല്ലേ. ആ ലൈറ്റ് അത് തെളിയല്ലേ. അത് തെളിയോ? ആ ടോർച്ചടിച്ചങ്ങ് ഈ വിവാഹം വന്നിട്ടില്ല. ഏറ്റ് പാടാ. ആ വരുന്നുണ്ട്. അപ്പോൾ താക്കോലെടുത്ത് പൂട്ടെ. നൈറ്റിലും കൂടെ കയറി പിടിച്ചപ്പോ പേടിയാ രാത്രി നടക്കും. ആ രാത്രി അമ്മയ്ക്ക് പേടിയാണേ. ഇത്തിരി ഇരുട്ടിയില്ല. അതാ എങ്ങോട്ടാ പോണം? സാബുവിൻ്റെ വീട്ടിലോട്ട്. ഇവിടെയോ? ആ അതല്ലേ സാബുവിൻ്റെ വീട് കണ്ടില്ലേ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ താമസിക്കണ ആരാ? ഇവിടെ സാബുവല്ലേ താമസിക്കുന്നത്. സാബുവല്ലേ താമസിക്കുന്നത്. സാബുവാണോ? ആ വല്ലപ്പോഴും ഒന്ന് നടക്കുമ്പോൾ ഭയങ്കര വിഷമം. ആ എന്നും ഇച്ചിരി നേരം നടന്നാൽ മതി. ഇവിടെ താമസിക്കണ ആരാ? സാബു സാബു സാബുവോ? ആ എവിടുത്തെ? അമ്മയുടെ മകൻ. കെട്ടാന് പിള്ളേരെത്രയുണ്ട്? അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം. ബാബു അവിടെ ഇപ്പോൾ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ കാണാം. ഇവിടെ ചെന്ന് കഴിയുമ്പോഴേ കാണാം പിള്ളേര്. ആ ആരൊക്കെയാ അവിടെ നിൽക്കണേ? നടക്കത്തില്ല. നമ്മുടെ സിറ്റില് മാർക്കല്ലേ. നമുക്ക് നാളെ രാവിലെ പോകാം. ആ ഇപ്പം നടപ്പ് കുറവല്ലേ. അതാ ചില അത്യാവശ്യ കാര്യത്തിന് മാത്രം ചെയ്ത് നടക്കുവാറ്റുള്ളൂ. ആ അതേന്നെ. പോവില്ല. പുറത്തോട്ട് പോക്കില്ലല്ലോ നീ. അതുകൊണ്ടാണ്. എന്നാലും നമ്മൾ ഇവിടം വരെയൊക്കെ വരുന്നതാ. ഇവിടം വരെയൊക്കെ നമ്മൾ നടന്നു വരുന്നതാ. ഇവിടം വരെ നമ്മൾ നടന്നു വരുന്നതാ നീ. ആ അവൻ്റെ ആ കാത് കുത്തിയേക്കുവാ. അവൻ്റെ കാതൊക്കെ കുത്തി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ആ അവൻ ആണുങ്ങളെ പെണ്ണുങ്ങളെ പോലെയാന്നേ. ഇപ്പോൾ ഉള്ള പിള്ളേരൊക്കെ പെണ്ണുങ്ങളെ പോലെ ആൺപിള്ളേർ. ആ എല്ലാം കമ്മലിട്ട് നടക്കുവാ. ആ ഇപ്പൊ എങ്ങനെയാ പിള്ളേരൊക്കെ വലിയ കാരണന്മാരെ കാത് കുത്തിയൊക്കെ നടക്കുവാ. ആ എന്തോ അല്ലേ ബന്ധമില്ലാത്ത കാത് കുത്തിട്ടൊക്കെ ഉണ്ട്. വന്നവിടെ സമയം പോയതുകൊണ്ട് എല്ലാവരും അത്താഴത്തിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ എല്ലാം അവിടെ ഇരുന്ന് അമ്മനെ ഇവിടെ ഇരുത്തി കൊടുത്താൽ മതി. അമ്മ അങ്ങനെ പിടിച്ചു കൊടുത്താൽ ശരിയായില്ല. അമ്മനെ ഇവിടെ കൊണ്ട് ഇരുത്തി കൊടുക്കും. ആ അവിടെ കൊടുത്താൽ അമ്മയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് നിൽക്കില്ല. ഇവിടെ എടുത്തു കൂടെ എന്തെല്ലാം ചെയ്തതാ. ഒരു സമയത്ത് പോലും കല്ലിന കൈക്ക് ഒരു വിശ്രമം കിട്ടിയിട്ടില്ല. ചെറുപ്പം മുതൽ ഒരു കൊല്ലത്തോളം ആയുള്ളൂ ഇങ്ങനെ പോകും. ആ ഒരു കൊല്ലമായിട്ട് അമ്മ പണി. അതാണ്. ആ അതാണ്. ആ അതുകൊണ്ടാണ് പണിയെല്ലാം ചെയ്ത് പാവം എന്തോരം മണന്നിട്ടുള്ള അല്ലേ. വീട്ടിലുള്ളവരറിഞ്ഞോ ഇങ്ങനെ പോരുന്നു? വീട്ടിലുള്ളവരറിഞ്ഞോ? നമ്മളെല്ലാരും കൂടെ എങ്ങനെയാ പോന്നെ? വീട്ടിലുള്ളവരെല്ലാരും ഇങ്ങ് പോന്നു. ഇങ്ങനെ പോന്ന അമ്മയുടെ ഒപ്പം വീട്ടിലുള്ള എല്ലാരും ഇങ്ങ് പോന്നു. വീട്ടിലുള്ള എല്ലാവരും അമ്മയുടെ കൂടെ ഇങ്ങ് പോന്നു. ഇവിടെ ഉണ്ടല്ലോ. അമ്മ എണ്ണി നോക്കി ആരൊക്കെ എത്ര പേരുണ്ടെന്ന്. ഇവിടെ ഇവിടെ മൊത്തം എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കി. വീട്ടിലുള്ള ആളല്ലേ പ്രധാന ആളല്ലേ ഈ ആള്. വീട്ടിലെ പ്രധാന ആളല്ലേ ഈ ആള് ജോമാൻ. ആ അപ്പം ജോമാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ തേണ്ട ജോമോള് വീട്ടിലെ അടുത്ത പ്രധാനപ്പെട്ട ആളല്ലേ. ഇല്ല വീട്ടിൽ ചാച്ചൻ പള്ളിയിലല്ലേ. പള്ളി പോയോ? ആ ചാച്ചനെ പള്ളിയിലാക്കി. ആ നിങ്ങളാക്കിയതാ? ആ നമ്മളെല്ലാവരും കൂടെ കൊണ്ടാക്കിയതാ. അവിടെ ഇട്ടേച്ച് പോന്നാ അച്ഛനവിടെ സുരക്ഷിതമായിട്ട് ഇരുന്നോളും കേട്ടോ. എന്നാ ഭക്ഷണമാണ് നമ്മളൊക്കെ
കാതെല്ലാം കുത്തി ഉള്ള കാല ഇരിപ്പം പോയിട്ട് അമ്മയ്ക്കൊക്കെ സൂഹിക്കുന്നില്ല കേട്ടോ. കാത് മുഴുവൻ കുത്തി കണ്ടില്ലേ. ചക്കച്ചോളയല്ല, ഉരുളക്കിഴങ്ങാ. ചക്കച്ചോള നമ്മൾ രാവിലെ കഴിച്ചില്ലേ? ചക്കപ്പുഴുക്ക് നമ്മൾ രാവിലെ കഴിച്ചു. ചക്കപ്പുഴുക്ക് രാവിലെ കഴിച്ചതാന്നേ. ആ അമ്മ രാവിലെ കഴിച്ചില്ല, അമ്മ ഓട്സാ കഴിച്ചത്. നമുക്ക് കഴിക്കാം, അല്പം കഴിക്കാം. അത്താഴം കഴിക്കുന്ന സമയമല്ലേ? അത്താഴം കഴിക്കുന്ന സമയമാണ് ഇപ്പോൾ. സമയം കഴിഞ്ഞല്ല വീട്ടിലോട്ട് പോകുന്നത്. ഇല്ലില്ല, കഴിക്കാതെ അമ്മ കഴിക്കണ സമയം കഴിഞ്ഞു. അതാ പറഞ്ഞത്. നീ പോകുന്ന നടക്കില്ല. അവിടെ പോയി ഇരുന്നോ, കഴിക്കടി. ഇരുന്ന് കഴിച്ചു. ആ കൈ കഴിച്ചേ. കൈ കഴിക്കോ. ആ എല്ലാരും വന്ന് എടുത്തോളേ കറി കേട്ടോ. അപ്പം നിലവിൽ ഇവിടെയുള്ള പിള്ളേരെല്ലാം കൂടെ നിരന്നിരിപ്പുണ്ട്. അവരെല്ലാം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എഞ്ചേ എന്നാണ് വിശേഷമൊക്കെ? പരീക്ഷ തുടങ്ങിയതല്ലേ? ഇല്ലേ? പരീക്ഷ കഴിഞ്ഞല്ലേ? നാളെ തുടങ്ങുവാണോ? ആ എല്ലാ ദിവസന്മാരും ഉണ്ട്. ആ കസേര അതായിരിക്കും. നല്ല കഴിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ല, അപ്പം കഴിക്കേ. ഞങ്ങളൊക്കെ കഴിക്കാൻ പോവാ. നീ ഇരുന്നോ, നീ ആ കൂടെ ഇരുന്നോ. അല്ല പിന്നെ പിള്ളേരൊക്കെ എടുത്ത് അവിടെ കാലുണ്ട്. ഒരു പാത്രം കൂടി വേണം. നീ വേണ്ട. ആ ഇവിടെ ഉണ്ടല്ലോ പാത്രം ഉണ്ടല്ലോ. അപ്പം വേണ്ട. പൈസ ഇങ്ങോട്ട് എടുത്തു. ഇവിടെ തണുത്ത് പോയെന്ന് പറഞ്ഞ് ഓടി വന്നേ. ഇവരെല്ലാം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു മിണ്ടാത്തെന്ന് തോന്നി. അല്ലേ? ആരെയും വായി നാക്ക് ഇല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടരുതെന്നുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ആണോടി ചങ്കരി? നീ എപ്പോഴും നിർത്തിയോ? പോയി എടുക്കെടുത്ത്. അത് ഞാൻ എടുത്തോളാം. ഞാനിത് കഴിഞ്ഞെടുക്കുള്ളൂ. നീ അടുത്ത് പോയി എടുത്തു. കിട്ടുവനെ വിളിച്ചാ? കിട്ടുവനെ ഡക്കാണോ? ഡക്ക് ഡക്ക് ഡക്ക്. അപ്പൊ ഡക്ക് സ്റ്റൂ അല്ലേ? മഞ്ഞക്കളല്ലേ? ഇവിടെ ഒരാളൊക്കെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് കഴിച്ചു. ആ സ്പൂണ്. പപ്പടം ഇങ്ങനെ വന്നില്ലല്ലോ. റൈസുകാർക്ക് പപ്പടം കൊടു. ചേച്ചി തന്നെ 1 കിലോമീറ്റർ അകലെ പോയിരുന്നിരിക്കണേ. ഇവിടെ കസേര ഉണ്ടല്ലോ. ആ എടുക്കാൻ പറ്റുന്നവർക്ക് അല്ലേ? അത് ശരിയാ. അല്ല അപ്പുറ സൗകര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കായിരുന്നു.
സാലഡ് എടുത്തില്ലേ? ചക്കരി ഇനി നമ്മൾ പോകുമ്പോൾ നേരത്തെല്ലാം നമുക്കിത് രണ്ടെണ്ണം എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകണം അല്ലേ? ഇന്ന് അവിടെ ചെന്നപ്പോഴും ആ പാടാം അവർ ചോദിച്ചാൽ കിട്ടിയാനെ ഹോട്ടലിലേ ഇന്ന് പോയപ്പോഴേ കത്തിയും സ്പൂണും കോർക്കും നമുക്ക് ഒരെണ്ണം എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകണം. ഒരു പപ്പടം എടുത്തോട്. പപ്പടം നമ്മുടെ ഇച്ചിരി കൊടുത്താൽ മതി. ഇച്ചിരി മതി. ആശയടക്കമാണ്. അതിന് തിന്നണമെന്ന് വേണ്ടല്ലോ. അത് വലിയ കാര്യമല്ലേ. പാത്രം പിന്നെ ഇതിനെ കുത്തിപ്പൊട്ടിക്കുന്നു അല്ലേ? എവിടെല്ലാം അതൊക്കെ പറക്ക് തന്നെ മുന്തിരിങ്ങ അടി അത് തിനിയല്ലേ? ആണോ? വിവാനം അങ്ങനെയാണല്ലോ. മുന്തിരിങ്ങ ക്രിസ്മസ് ഒന്നും കഴിക്കില്ലാത്ത ആൾക്കാരുണ്ടോ? ശരി എങ്ങനെയുണ്ടെന്ന് ചോറൊക്കെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലായി. ഇതൊക്കെ എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് അമ്മേ? നല്ലതാണോ? നല്ലതാണോ? അതാ ചോദിച്ചത്. ടോമൻ വലിയ ചാച്ചൻ. ഹലോ, ഇവിടെ സാബുവിൻ്റെ ഒക്കെ ഡിന്നറിലാണോ? വരുന്നുണ്ടോ? മുതലക്കണ്ട ചാച്ചനല്ലേ? ആ ആണോ? ഇതൊക്കെ എടുത്ത് കഴിക്കേ. ഇതൊക്കെ എടുത്ത് കഴിക്കാനേ. കോഴി കോഴി ആ ഇറച്ചി കോഴി. അത് താറാവ് വേണോ? ഇത് താറാവ് താറാവ് വേണോ? ആ താറാവ് വേണ്ടേ? അതിനാ താറാവ് കഴിച്ചോ. ഇതൊക്കെ ഒത്തിരി ഇഷ്ടമില്ല. ഇതൊക്കെ ഇപ്പോഴും തിന്നാൻ ഇഷ്ടമില്ല. എപ്പോഴെപ്പോഴും തിന്നുന്നില്ലല്ലോ. താറാവിനൊക്കെ വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ. താറാവിനൊക്കെ വല്ലപ്പോഴല്ലേ പിടിക്കുള്ളൂ. താറാവില്ല. ആ താറാവ് എവിടെയാ? വേണ്ടതേ ചട്ടിക്കകത്ത്. ആർക്ക് വേണം? ആർക്കും വേണ്ടേ? ആരും ഇതിൻ്റെ ചട്ടിക്കകത്ത് തീർന്നല്ലോ. എല്ലാരും വന്ന് എടുക്കേണ്ട. ഇനി ഇഷ്ടം പോലെ താറാവ് തട്ടിക്കകത്ത് തീർന്നു. ദേ ഉണ്ടോ ഒരു ചട്ടി താറാവുണ്ടായിരുന്നാ. വേണ്ടത് എടുത്ത് വെച്ചോ. ആ അമ്മയ്ക്ക് വേണ്ടെന്നാ പറഞ്ഞല്ലേ? ആ അമ്മയ്ക്ക് കോഴിയും പോത്തും മതി. പിള്ളേരൊക്കെ ഇരുന്ന് കഴിക്കുന്ന കണ്ടില്ലേ? അത് കഴിച്ചോ. ഇത്തിരി ചോറ് ഇച്ചിരി വേണോ? ആ ചോറുകൊണ്ട് ഇട്ടോട്. കായും പൂവൊന്നും ഇല്ലാത്ത കേട്ട് കൊടുക്കുകയാണെങ്കിൽ നിലത്തുനിന്ന് അത്രയും കുറച്ച് കുറയ്ക്കാൻ മതി. താറാവിൻ്റെ ചാറ്. ഞാക്കും ഞങ്ങളിങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നടക്കുന്നത് ഭയങ്കര കുര. എടാ ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ. ഇത് പേടിക്കൊന്നും വേണ്ട, ഞങ്ങളിവിടെ ഉണ്ട്. ആരാമേ? അതാരാ? ഇതാരാ? അതാരാ? മനുഷ്യനാന്ന് പിന്നെ കണ്ടാ അറിയില്ല. കാണുന്ന മനുഷ്യരല്ല. എവിടെയെങ്കിലും വെച്ച് ഓരോരുത്തരും കാണുമ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാം പറയാൻ പറ്റും. അമ്മയുടെ വല്ലവരും ആണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. കണ്ടിട്ടെന്നാ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ? ഇത് കഴിച്ചു കഴിഞ്ഞാണോ? മതിയോ? ശങ്കരി പപ്പടം സ്പൂണിനെ കുത്തിപ്പൊട്ടിച്ച് ഒഴിക്കുമായിരുന്നു അല്ലേ? അമ്മ ഇത് കഴിച്ചു കഴിയുമ്പോൾ തരാം. പപ്പടം പറക്കത്തിനാ ചോറിന്? പപ്പടം പറക്കത്തിനാ ചോറിനാണേ? പപ്പടം എല്ലാം പറക്കത്തിനാ ചോറിനാനാ പറഞ്ഞേ. പപ്പടം മുഴുവൻ പൊടിച്ചിഞ്ഞോ? ചോറ് വെച്ചേക്ക് വന്നിട്ട്
നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾ ചെയ്തേച്ചാൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കും. ആ അതെ അതെ. ഐസ്ക്രീം ഒരു സ്പൂൺ ആയിസ് ചേച്ചിക്ക് തൊണ്ട കിച്ച് കിച്ച്, തൊണ്ട കിച്ച് കിച്ച്. ഇപ്പൊ അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമാണ്. നല്ല ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ കഞ്ഞി മാത്രം മതി, ഇച്ചിരി കഞ്ഞി വെള്ളം. ആ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ കഴിച്ചു കഴിയുമ്പോൾ ഐസ്ക്രീം തരാം. നിങ്ങൾ തിന്നാൻ പറ്റാതെ തിന്നു. ഇതാണ് ഇത് തൈര് സലാസ് എടുത്തിട്ട് കുടിച്ചിട്ടുണ്ട്, ഉണ്ടോ? അതവിടെ സൈഡിൽ ആണോ? ഇതിലേക്ക് തിന്നാൻ നേരത്തെ പോലെ പ്രായത്തിൽ മുമ്പ് പോലെ ഇഷ്ടമില്ലാണ്. പഴം വേണോ അവിടെ? ആർക്കെങ്കിലും പഴം വേണോ? ആ, പഴം തരാം. ഐസ് ഇറച്ചിനാത്തിന് അമ്മ കഴിച്ചു. ചോറ് വേണം. ചോറോ ചോറുള്ള ഇനി വേണ്ട. ചോറൊക്കെ ഇട്ട് വെച്ച് ചോറല്ല കഴിച്ചാൽ മുടക്കുള്ള കഴിക്കാനുള്ളവർക്ക് മാത്രം ഇട്ട് പോകും. എത്ര പോയതാണോ? കഴിക്കത് കഴിച്ചു തീർക്ക്, കഴിച്ചു തീർക്ക്. അതെ കഴിച്ചു തീർക്കാൻ. കഴിച്ചോ? ആ പഴം കഴിച്ചോ? പഴം തൊട്ടിട്ടില്ല. ഇല്ലേ? ഇതൊക്കെ എടുത്ത് വെക്കണം. ആരാ തിന്നണേ? ബാക്കി ഞാൻ പട്ടിക്ക് കൊടുക്കാം. നിങ്ങൾക്ക് വേണം തിന്നോ, അല്ലെങ്കിൽ വലിയ പട്ടിക്ക് കൊടുക്കാം. പട്ടിക്ക് കൊടുക്കാം. നമ്മൾ പൈസ മുടക്കുള്ള ഐസ്ക്രീം തിന്നു. അധികം വരും. ഐസ്ക്രീം തിന്നു. ഇത് ഞാൻ എടുത്തോ. ചോറ് തീറ്റ് നിർത്തിയാ? എന്താ എനക്കോ കമ്പന്തി ഉണ്ട്. കോരി കഴിക്കണം അല്ലേ? ആ കോരി കഴിക്കണം. മധുരം ഉണ്ടോ? മധുരം ഉണ്ടോ? പിന്നെ മധുരമൊക്കെ ഉണ്ട്. ഉണ്ടോ? നല്ല മധുരമാണോ? നല്ല മധുരമാണോ? നല്ല മധുരം. ആ ഇച്ചിരിയുടെ മധുരം വേണോ? ഉപയോഗിക്കാനുള്ള മധുരമുള്ളൂ. അത്രയേ ഉള്ളൂ അല്ലേ? അത് മതി. ആ പേരിനുള്ള മധുരമേ ഉള്ളൂ അല്ലേ? പേരിനുള്ള മധുരമേ ഉള്ളൂ. ഇച്ചിരിയുടെ മധുരം ഇടിയിച്ചാലോ? ഇച്ചിരി മധുരം കൊണ്ട് ഇടിച്ചാലോ? ഒരുപാട് മധുരമായി ചീത്ത. ആ ചെയ്യുവാനും ഇത് പട്ടിക്ക് കൊണ്ട് കൊടുക്കാവാനെ. നാളെ കൊടുക്കില്ല ചേച്ചി. ഇനിയുണ്ട് ഇനിയുണ്ട് ഉണ്ട് നല്ല ഒരെണ്ണം കൂടെ വേണോ? ഒരെണ്ണം കൂടെ വേണോ? ഐസ്ക്രീം ഒരെണ്ണം കൂടെ വേണോന്ന്? ഐസ്ക്രീം ഈ തിന്നുന്ന ഒന്നും കൂടെ വേണോ? വേണ്ട. മതിയോ? ഒന്നും വേണ്ട. നല്ലതാണോ? മതിയായ കുഴപ്പം. അതിയായ കുഴപ്പമാണ്. ആവശ്യത്തിനായി അത് ഇച്ചിരി കൂടെ ഇരിപ്പുണ്ടോ? അതുകൂടെ തിന്നോ. അല്ല ആ ഇത് പിന്നെ അപ്പടി എടുത്തുന്ന അത് തിന്നു. തിന്നൂന്ന് തിന്നൂന്ന്. അത് തിന്നൂല്ലേ? പിന്നെ അത് തിന്നുമല്ലേ? ഇവിടെ കളയാൻ പറ്റും. പിന്നെ അത് കളയാൻ പറ്റുമോ? കുറഞ്ഞൂടെ വേണോ? അത് തിന്നത് അലുത്ത് പോവും. അലുത്ത് പോവും അത്. അലുത്ത് പോവും. ആ എന്നത് ഇതോ ആ പാത്രം കളയാനുള്ളതാ. ഇവിടെ 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 ഇവിടെയാ. ഇവിടെ കഴിക്കും. പാത്താഴം കഴിപ്പെല്ലാം കഴിഞ്ഞ് എല്ലാവരും ബാക്കി സാധനമൊക്കെ എടുത്ത് വെച്ചു. വേഗം കഴിപ്പ് കഴിഞ്ഞല്ലേ? പെട്ടെന്ന് കഴിപ്പ് കഴിഞ്ഞു. അങ്ങനെ തോന്നുന്നു. വേഗം കഴിച്ചു. സമയം താമസിച്ച് വന്നുകൊണ്ടേ എല്ലാവരും പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു. ആണോ? ഇപ്പോഴോ? ആണോടി? അമ്മയ്ക്ക് വഴിയുണ്ടോടി? നോക്കിയാടി. ചൂടുണ്ടോ? ചൂടില്ല. ഓ ഇത് അടുത്തായിരിക്കുന്നത്. നീ ഉള്ള സിക്ക് കൊണ്ടാ അമ്മയ്ക്ക് കൊടുത്തതായിരിക്കും. നീ കന്യാകുമാരിയിൽ നിന്നുണ്ടെന്ന സിക്ക് അല്ലേ? ആണോ? ഇവിടെ കൊണ്ട് തന്നാണോ പനി? ഇവിടെ പനി കൊണ്ട് തന്നാണോ ഇവള്? അവള് കന്യാകുമാരിന്ന്. കന്യാകുമാരിന്നേ. ആ അവള് കന്യാകുമാരിക്ക് പനിയായിട്ട് വന്നത്. ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു. അവർക്ക് കിട്ടൂര് പനി, ചേട്ടായിക്ക് പനി, ചേച്ചിക്ക് പനി, ജലദോഷം.
നിങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ. പനിയാ? പനിയെടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ? മനുഷ്യനെ ഉപയോഗിക്കാനുള്ളത് സൂക്ഷിച്ചു വെക്കും. അല്ലാത്തൊക്കെ വേണ്ട. വീട് പരിപാടി തീർന്ന മൊത്തം പോയല്ലോ അല്ലേ? ഇല്ല, ആ സിനിമ നോക്കുന്നതല്ലേ. അമ്മയ്ക്കത് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അതാ അങ്ങനെ പോകേണ്ടി വന്നേ. ആ, അത് പവിഴപ്പുറ്റ് എന്ന് പറയും. പവിഴപ്പുറ്റ് കടലിനടിയില്ല, കടലിനടിയിൽ TV. ആണോ? ആ, കടലിനടിയിലുള്ള സാധനം അതാണ് അങ്ങനെ കാണുന്നത്. എത്ര വർഷങ്ങൾ ഇരിക്കായിരുന്നു അവിടെ നമ്മുടെ വീട്ടിലൊക്കെ ടിവിയോ? നേരത്തെ TV വെക്കുന്നു. ആ, TVക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു നഷ്ടമില്ല. ആ, TVക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി ഫോൺ വിളിച്ചോണ്ടിരിക്കുവോ? എല്ലാവരും TV നോക്കിക്കൊണ്ടിരിക്കുവാണ്. അമ്മയാണ് TV പോയെന്നും പറഞ്ഞിരിക്കുക. ആരും വർത്തമാനം പറയാനൊന്നും ഇല്ലല്ലേ അമ്മേ? ഇവർക്കൊന്നും വർത്തമാനം പറയാനൊന്നും ഇല്ലല്ലേ? ആരോടാ? നമ്മളോടൊക്കെ ആരോട്? നമ്മളോടൊക്കെ നമ്മളോടൊക്കെ ആരോട്? നമ്മളോട് ആര് പറയണം? ഇവരൊക്കെ പറയണമെന്നേ. ഇവരാരും മിണ്ടായിരിക്കുമല്ലേ? ഉണ്ടല്ലേ? അവരോട് പറയാനോ? അമ്മ ചോദിക്കാൻ വരെ. ആ, ഇത് പറഞ്ഞ് പറയിപ്പിച്ചു. പറപ്പിക്കേ. അമ്മയെ ഉത്തരവാദിത്തക്കാരി. എനിക്ക് നോക്കാൻ തോന്നുന്നു. അമ്മയെ ഉത്തരവാദിത്തക്കാരി. ഇന്നൊരു പറഞ്ഞോടൊന്നും ഒരു നോക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ഓരോരുത്തരുടെ ഇഷ്ടം. ഏലിക്കുട്ടിയുടെ മക്കളല്ലേ ഇരിക്കുന്നേ? കഞ്ഞി ഏൽപ്പിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമായിരിക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഏലിക്കുട്ടിയുടെ മക്കളല്ലേ അല്ലേ ഇരിക്കുന്നേ? അമ്മ വളർത്താത്തത് ശങ്കരി മാത്രമേ ഉള്ളൂ അല്ലേ? ആ, അതെ അതെ. എല്ലാവരും അമ്മ വളർത്തിയതാ. ശങ്കരിനെ മാത്രമേ അമ്മ വളർത്താതെ ഉള്ളൂ. ആരാ? ഇതാരാ? ഔസേപ്പിതാവോ? ആ, ഔസേപ്പിതാവൊന്നും അല്ലത്. ആരും അല്ലേ? പിന്നെ ഔസേപ്പിതാവാണോ? ആരുടെ കാര്യമായി പറഞ്ഞത്? എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല ആരാ കാര്യാന്ന്. ഈ നീക്കുന്ന ആളുടെ ആ, ഇവിടെ നിൽക്കുന്ന ആളാ. ആ, അതാ ഔസേപ്പിതാവ്. അപ്പുറം ഇരിക്കുന്നോ? അപ്പുറത്തേക്കുന്നത് ഈശോ. ഈശോയാണോ ഇപ്പുറത്തിരിക്കുന്നത്? ഇപ്പുറത്തിരിക്കുന്നത് ഈശോയാണോ? ഇപ്പുറത്തിരിക്കുന്നത് ഈശോയാണോ? നിങ്ങളോടൊക്കെ വായി പറയാൻ കണ്ടു. അത് ഈശോയൊന്നുമല്ല അപ്പുറം ഇരിക്കുന്നത്. അത് മാതാവല്ലേ? ഉണ്ട്. വീട്ടിൽ കൊച്ചുങ്ങൾ മാത്രമല്ല ഉള്ളോ? ഏത് കൊച്ചുങ്ങളാ? കൊച്ചുങ്ങളെല്ലാം ദേ ഇരിക്കുന്നു. അതുങ്ങൾ കന്നുകാലിനെ ഒക്കെ നോക്കാം. അതുങ്ങൾ കൊണ്ട് പറ്റുമോ? നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഒന്നിനും പറ്റിയില്ല. നീ അതുങ്ങളൊന്നും ഒരു കന്നാലിയെ നോക്കിയല്ല. അത് നോക്കിയാൽ എവിടെ കെട്ടി പറമ്പിൽ കെട്ടിട്ടുണ്ട്. ആ, പറമ്പിൽ കെട്ടിയിട്ടുണ്ട്. പറമ്പിൽ കെട്ടി നോക്കില്ല. നോക്കാൻ ആളില്ലാതെ എന്താ ഇല്ല കൊല്ലയിൽ പോയി ആരോ നോക്കാം അറിയാൻ. ആ, ശരിയാ. എന്നാ ചെയ്യണേ? ഇവിടെ പെട്ടുപോയില്ലേ? ഇല്ല, കയറഴിഞ്ഞു പോവോ? ഇനി പോയി കന്നാലിനെ അയച്ചിട്ട് പാടി. വീട്ടിലൊരു മനുഷ്യനില്ല. ആ, കന്നാലി അയച്ചോണ്ട്. നീ വലിയ കന്നാലി പ്രേമിയല്ലേ? അമ്മ പറഞ്ഞു കന്നാലി ഇവളോട് പറഞ്ഞോട്. വല്ലയിടത്തും പോയി കേട്ട് വല്ലവരുടെയൊക്കെ മുൻപിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞതെല്ലാം കേൾക്കാൻ ആരാണ്? അവരവരായിട്ട് സൂക്ഷിക്കും. അത് വേണം. വേണ്ട ഉമ്മാരോടൊക്കെ പറ. ബന്ധവും ഇല്ലാതെ അമ്മയുടെ ഈ ഡയലോഗ് എല്ലാരും പറയുന്നുണ്ട്. അന്തവും ബന്ധവും ഇല്ലാതെ. അന്തവും ബന്ധവും ഇല്ലാതെ അമ്മ പറയത്തില്ലേ? അന്തവും ബന്ധവും ഇല്ലാതെ എന്ന്. അന്തവും ബന്ധവും. അന്തവും ബന്ധം ആരാ കൊണ്ടുപോകാൻ? അന്തവും ബന്ധവും കൊണ്ടുപോകാൻ ഞാനാ. വീട്ടിലോട്ട് പോകാം. ആ, വീട്ടിലോട്ട് വാ. ഇവിടെ കിടക്കുമല്ലേ? ഇവിടെ കിടക്കാം. സാവുവിന്റെ വീട്ടിൽ അത് നടത്തിക്കോളും. അവര് നടത്തിക്കോളും. ഇവിടെ ജോമാനും ഉണ്ട്. എന്തെല്ലാം ഉണ്ട്. കന്നുകാലി, ആട്, എവിടെയെല്ലാം ചെന്ന് നോക്കണം. എന്നാലും ഒരറ്റം മുറിയെ ബന്ധം വെച്ചാൽ പറ്റുമോ? അതുങ്ങളെ നോക്കാൻ തന്നെ വേണം. ചേട്ടാ ചേച്ചിയും കൂടെ അങ്ങ് പോയി. ഇവർ കിട്ടുമൊക്കെ കിടന്നുറങ്ങണ്ടേ? നമുക്കും പോയാലോ? സ്കൂട്ടറാ? സ്കൂട്ടറല്ലേ? സാബുവിൻ്റെ സ്കൂട്ടറല്ലേ?
ചേച്ചി അതാ. സാബുവിൻ്റെ സ്കൂട്ടറാന്നേ. ആ ഞാൻ പോണെങ്കിൽ താക്കോലെൻ്റെ ഇല്ല, അല്ല വിട്ടൂൻ്റെ ഇല്ല, വിവാൻ്റെ ഇല്ല. ഓരോ കൂട്ടർ അവിടെ കൊണ്ടുണ്ട്. ആ അവൻ അവിടെയാ സ്കൂട്ടർ വെക്കണേ. ഇപ്പൊ നമ്മള് മാത്രമേ ഇവിടെയല്ലേ താമസം. ഉള്ളതായിട്ട് പോകാമെന്നോ? പോയേക്കാം വാ. നേരായോ? അല്ല അമ്മ ഇന്ന് ഇവിടെ കിടന്നോ? അമ്മ ഇന്ന് ഇവിടെ കിടന്നോ? എല്ലാവരും അതെന്നാ വേണ്ട. ഞങ്ങള് പോവാ. ശങ്കരിയുടെ കൂടെ കിടന്നോ? ശങ്കരിയുടെ കൂടെ അതിൻ്റെ കൂടെ ഇവളുടെ കൂടെ കിടന്നു. ഇവളുടെ കൂടെ എന്റെ കൂടെ കടന്നു. കിടപ്പ് ആരുടെ കൂടെ? നല്ല നല്ല കിടന്നാവും. തന്നെ അമ്മയ്ക്ക് നല്ല കിടക്കണ ഇഷ്ടം. അല്ലെ കൈയും കാലിലെ മേത്തെടുത്തിട്ടുണ്ടോ? എന്തോ ബന്ധം എല്ലാം നമ്മള് പറയാം അമ്മ അതെന്റേതാണ്. കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിലേക്ക് ആൾക്കാരുണ്ടോ? എല്ലാം അന്ന് അടച്ച് എടുത്തേച്ച് 4 വാർത്ത ഒന്നല്ലേ പോയാലും ചിന്ത കഴിയും വല്ലതും ഉണ്ടോ? എന്നാ വാ പോകാം. ആ പോവുക. വാ ഒരു ടാറ്റ കൊടുത്തേരാ. അവിടെയൊക്കെ പോയി വായി കൊടുത്ത് നോക്കി എന്നുവെച്ചും പിന്നീട് കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലെന്നേ ഇപ്പൊ നമുക്ക് പോയേക്കാം. അവനവൻ തന്നെ നോക്കണം. ഇന്ന് ഞങ്ങള് പോവാ. എന്നുണ്ടോ? ഞാൻ വരുക. എന്നാ വാ. അമ്മേലെ ഇതിലേനോ? ആ അതാ നമ്മുടെ ചുറ്റും നടന്നു പോകാൻ പറ്റത്തില്ല. എന്നാ അവരോട് ആരോടും എടുത്തുകൊണ്ടേ ആക്കാൻ പറയാ. ആണുങ്ങളോട് എന്നാ പറയാ, സാബുമോനോട് പറയുന്ന എടുത്തുകൊണ്ട് അവിടെ വരെ ആക്കാൻ അവനോട് പറയാം. പറ. അതുകൊണ്ട് എടുത്തുകൊണ്ട് ആക്കാൻ പറ. കുറെ എടുത്തിട്ടുള്ളതല്ലേ? അങ്ങനെ എടുത്തോണ്ട് അതൊന്നും എടുത്തോണ്ട് പോകാൻ പറ. അല്ല ഇത് ജോമോനോട് പറയുന്നുണ്ട്. ആ കുഞ്ഞ് മേടിച്ചെടുക്ക. ഞാൻ മേടിച്ചെടുക്കാം. ജോമോനോട് എടുക്കാൻ പറ. ആ അമ്മേനെ എടുത്ത് അവിടെ കൊണ്ടേ ആക്കാൻ. അവനെടുത്ത് ആക്കുന്ന എത്രയോ മക്കളുണ്ടല്ലേ ചേച്ചി? ആ പക്ഷെ അമ്മ എടുപ്പിക്കും തോന്നണില്ല. നമ്മളെടുത്താൽ ചിലപ്പോ എടുപ്പിക്കുമായിരിക്കും. അതെല്ലാം അവർത്തോട്ടാണ്. തെങ്ങുത്തോട്ടം. തെങ്ങുത്തോട്ടം. തെങ്ങ് 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 തന്നെയല്ല. അല്ലേ? അവിടെ റബ്ബറൊന്നും ഇല്ല. അല്ലാപ്പറഞ്ഞിട്ട് എല്ലാ കറവാ. ആണോ? അത് ശരി. അവിടെ റബ്ബറൊന്നും ഇല്ല. അപ്പാ നീ പോരത്തില്ല. നമുക്ക് പോയേക്കാൻ ചോമാൻ. ഇത് ചുമ്മാതെയാ. അല്ല ചേച്ചിനെ കൂടെ വെട്ടമില്ല. ചേച്ചി വരുന്നതാ. ഞങ്ങള് പോവാണ്ടാ. പിന്നെ കിടന്നത് ഇത് തന്നെ പോവുകയാണ്. ഞാൻ കൈ പോലും പിടിക്കണ്ട. കയ്യെ പിടിക്കണം. പിടിക്കണം. ഇങ്ങോട്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇങ്ങോട്ട് നടന്നു പോവാം. നമ്മളെ അമ്മേനെ എടുക്കാന്ന് പറഞ്ഞല്ലേ? ജോമോൻ എടുക്കും. ആരെ? ഈ അമ്മേനെ പിന്നെ എടുക്കും. ജോമോനെ അമ്മേനെ എടുത്തു ചേച്ചി എടുത്തുണ്ടോ? അമ്മ എടുക്കാൻ സമ്മതമാണെന്നാ പറഞ്ഞു. അമ്മ എടുപ്പിക്കാൻ സമ്മതിച്ചു. കേൾക്കണ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഇല്ല അമ്മേനെ ഇപ്പൊ എടുത്തോണ്ട് പോകും. ഞാൻ പറഞ്ഞു ആ മക്കളുണ്ട് എടുത്തോണ്ട് പോട്ടെ. അമ്മ എങ്ങനെ നടക്കൂന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരെങ്കിലും ആണുങ്ങളൊക്കെ എടുത്തോണ്ട് പോട്ടെ. മിക്കവാറും നമ്മളെ കൊണ്ട് എടുപ്പിച്ചാലും ആണുങ്ങളെ കൊണ്ട് എടുപ്പിക്കും തോന്നണില്ല. എടുക്കണ പ്രായം കഴിഞ്ഞു പോയി നമ്മ പറഞ്ഞില്ലേ അല്ലേ? കുഞ്ഞു പിള്ളേരല്ലേ എടുത്തോണ്ട് നടക്കണം അല്ലേ മേ? വലിയവരെല്ലാം എടുത്തോണ്ട് പോകാൻ പറ്റുമോ? രാത്രി പര്യടനത്തിന് ഇറങ്ങിയതാ ഏലിക്കുട്ടിയമ്മയും മക്കളും കൂടെ. അയ്യോ പട്ടിയുടെ തീറ്റ എടുത്തില്ല. എടാ പട്ടിയുടെ തീറ്റ നിന്റെ പവർ ബാഗ് എല്ലാം ഉണ്ട്. ആ അതങ്ങനെ തരും. നമ്മുടെ വീട് അവിടെയായി. നമ്മളെ വീട്ടിലോട്ട് നമ്മൾ പോണേ. അവിടെ തന്നെയാ, അങ്ങോട്ട് തന്നെയാ പോണേ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അവിടെ കിടന്നോളാൻ. നാളെ പോന്നാ മതിയെന്ന്. ഞാനവിടെ വന്ന് വാതിൽ തുറന്നായിരുന്നു. ഞാൻ അവിടെ വന്ന് തുറന്നായിരുന്നു. നേരത്തെ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ എന്നാ കയറുന്നതാണ് നമ്മൾ പറ്റിയില്ല ഞാൻ പറഞ്ഞത്. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.